കുടിവെള്ളം പോലും കൂട്ടിക്കൊണ്ട രീതിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും മണ്ണിനെയും മനുഷ്യരെയും മലീമസമാക്കുന്ന പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധമായി ഇതുവരെ യൂണിവേഴ്സിറ്റിക്ക് സമീപ പ്രദേശത്ത് താമസിക്കുന്നവരുടെ വെള്ളവും മണ്ണവും മലീമസമാക്കുന്ന നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ആവശ്യപ്പെട്ടുകൊണ്ട് CPIM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ച് ചില ആളുകളൊക്കെ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത സമയത്ത് അതിന്റെ ഇടയിലേക്ക് അതിന്റെ അടിയിലേക്കൊക്കെ ചില കമന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നദിവിയെ സംബന്ധിച്ചിടത്തോളം നദിവിക്ക് ക്രിമിനടിയുള്ള ഒരാളാണ് ഇവിടുത്തെ വൈസ് ചാൻസലർ. ചുവന്ന കൊടി കണ്ടാൽ ചില ആളുകൾക്ക് ആലിളകും എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിരന്തരമായിക്കൊണ്ട് നേരം കൊടുത്താൽ കട്ടൻ ചായ കുടിക്കുമ്പോ ഒരു ഇടക്ക് അതിനൊരു ഇടക്കാൽ ആശ്വാസം എന്നുള്ള ഒരു രൂപത്തിലേക്ക് നമ്മളൊരു ചെറിയ കടി തിന്നുന്ന പോലെയാണ് ഇടക്കിടക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ചില പ്രസ്താവനകൾ നടത്തിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ വൈസ് ചാൻസലർക്ക് ഉറക്കം വരൂല. അന്ന് ഈ കരിനിയമം പിൻവലിക്കുന്നതിന് അവിടുത്തെ മുസ്ലിംമാർ മതപണ്ഡിതന്മാർ അത് യഥാർത്ഥ മതപണ്ഡിതന്മാരാണ്. മുസ്ലിം ലീഗിന് വേണ്ടി കോളാമ്പി ആയി സംസാരിക്കുന്ന നദിയെ പോലുള്ള പണ്ഡിതന്മാരല്ല, അത് യഥാർത്ഥ പണ്ഡിതന്മാരാണ്. ഏതെങ്കിലും മതന്മാരെ പിണക്കി കഴിഞ്ഞാൽ അവർക്കെതിരായി പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കുറയുമെന്ന പേടി വേണ്ട. ഞങ്ങൾ ഈ പറയുന്നത് വോട്ടിന് വേണ്ടിയല്ല, തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല. വോട്ടും തെരഞ്ഞെടുപ്പുമല്ല പക്ഷം ജനങ്ങളെ പക്ഷമാണ്. ഞങ്ങൾ എത്ര ചെറിയ പാർട്ടിയായാലും ശരി, ആ ചെറിയ പാർട്ടി ജനങ്ങളെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ലെറ്റലിലൂടെ ഉയർത്തിക്കൊണ്ട് പറയാനുള്ള ചങ്കുറ്റം കാണിക്കുന്ന പാർട്ടിയാണ്. മഹാബുദ്ദീൻ ഹുദവിയുടെ നേതൃത്വത്തിലൊക്കെ ഇത് വരുന്ന സമയത്ത് അദ്ദേഹം വൈസ് ചാൻസലർ ആയിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള രൂപത്തിലേക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള പൗരതയ്ക്ക് കേടുവരുത്തുന്ന രൂപത്തിലുള്ള സിദ്ധാന്തങ്ങളും തിയറികളും പുത്തൻ ആശയങ്ങളുമാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ ഈ നാടിനെ കൂടി മലിനമാക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് നാളത്തെ തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു കേന്ദ്രമാണ്. എന്നാൽ ആ കേന്ദ്രം ചെയ്യുന്നത് നേരെ വിപരീതമായിട്ടാണ്. ഇതിന് പരിഹാരം കാണേണ്ടത് ആരാണ്? പരിഹാരം കാണേണ്ടത് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥന്മാർ തന്നെയാണ്. ഒന്നാമത് അവർക്ക് ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കണം. കുടിവെള്ളം പോലും കൂട്ടിക്കൊണ്ട രീതിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും മണ്ണിനെയും മനുഷ്യരെയും മലീമസമാക്കുന്ന പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധമായി ഇതുവരെ കടന്നുവരികയാണ്. വികസനത്തിന്റെ പേരിൽ മണ്ണിനെയും മനുഷ്യരെയും ശോഷണം ചെയ്യുന്ന നയങ്ങൾ തീർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വത്തിൽ ദാർഹുദയിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചിൽ മണ്ണിനാളുകളെയും സ്നേഹാദപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ചെയ്യുന്ന നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ച് ഇതുവരെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെയും മനുഷ്യരെയും ചൂഷണം ചെയ്യുന്ന നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് സമീപ പ്രദേശത്ത് താമസിക്കുന്നവരുടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്കും നിറവേറ്റാത്തതിൽ നന്മകളും മലീമസമാക്കിയ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് സമീപ പ്രദേശത്ത് താമസിക്കുന്നവരുടെ വെള്ളവും മണ്ണവും മലീമസമാക്കുന്ന നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPIM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ആവശ്യപ്പെട്ടുകൊണ്ട് CPIM തിരൂരങ്ങാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ച്
ഇന്ന് ദാർഹുദയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. ഈ പ്രതിഷേധ മാർച്ച് പോലീസ് ഇവിടെ തടഞ്ഞിരിക്കുകയാണ്. ഈ പ്രതിഷേധ മാർച്ച് ഉയർത്തുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം നമ്മുടെ ദാർഹുദയിലെ പരിസരവാസികൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് കുടിവെള്ളം മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മലിനമാക്കപ്പെടാനുണ്ടാവുന്ന കാരണം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആ വിദ്യാർത്ഥികളുടെ വേസ്റ്റുകൾ ശാസ്ത്രീയമായി സംസ്കരിക്കാത്തതിന്റെ ഭാഗമായി കൊണ്ട് സംഭവിക്കുന്നതാണ്. നിരവധി തവണ ഞങ്ങളുടെ പ്രദേശത്തെ ബ്രാഞ്ചുകളിലെ സഖാക്കൾ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയതാണ്. 2024 നൽകിയതാണ്. എന്നേപോലെ തന്നെ ഞങ്ങളുടെ 5ാം ഡിവിഷനിലെ കൗൺസിലർ അലി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതാണ്. അതേപോലെ തന്നെ 6ാം ഡിവിഷനിലെ കൗൺസിലർ പരാതി നൽകിയതാണ്. പക്ഷേ നമുക്കറിയാം, ഒരു നിലക്കും അതിന് പരിഹാരമുണ്ടാക്കുന്ന തരത്തിലേക്ക് ഇതുവരെ ഒരു പരിഹാരവും കണ്ടെത്താൻ ഈ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് CPM ഇങ്ങനെ ഒരു പറ്ററ്റ സമരത്തിലേക്ക് പോവാനുണ്ടായ സാഹചര്യം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ സ്ഥാപനം 1986 ഈ സ്ഥാപനം തുടങ്ങിയത്. അന്ന് ഞാൻ 10ാം ക്ലാസ് പഠിക്കുകയാണ്. ആ സമയത്ത് തുടങ്ങിയ സ്ഥാപനം 2009 യൂണിവേഴ്സിറ്റി ആയിക്കൊണ്ട് പ്രഖ്യാപിക്കുകയാണ് 2009. പക്ഷേ നമുക്കറിയാം, ഈ സമയമായിട്ട് പോലും ഇത്ര ആയിരക്കണക്കിന് ആളുകൾ ഇവിടുന്ന് പഠിച്ചു പോവുകയാണ്. എന്നിട്ട് പോലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് തയ്യാറാവുന്നില്ല. ഒരാളുടെ കുടിവെള്ളം എന്നുള്ളത്, ഒരു മനുഷ്യനെ ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിലും കുടിവെള്ളം കിട്ടാതെ ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാത്തതല്ല ഇവിടെയുള്ള ആളുകൾ. കാരണം ഇവിടെ പ്രബലരായിട്ടുള്ള നിരവധി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും പഠിപ്പിച്ചു വിട്ട് അവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ള ഒരു സ്ഥാപനമായി പ്രവർത്തിക്കുന്നതാണ് ഈ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി. അപ്പോ അവർക്ക് നിരവധി വിഷയങ്ങളിൽ ഗഹനമായ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികളുള്ള ഈ സ്ഥാപനം ഇതൊന്നും മനസ്സിലാക്കാതെ പോയിട്ടല്ല, പക്ഷെ മനുഷ്യർക്ക് എത്രത്തോളം വില കൊടുക്കാൻ സാധിക്കുന്നു എന്നതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് ഈ പരിസര പ്രദേശത്തുള്ള ആളുകളുടെ കിണറുകളിൽ നിങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ജീവന് ഭീഷണിയാകുന്ന ബാക്ടീരിയകളുടെ അളവ് ഏതൊക്കെ രൂപത്തിലേക്ക് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇന്നലെ തുടങ്ങിയതാണോ? ചില ആളുകളൊക്കെ ഞങ്ങൾ ഫേസ്ബുക്കിൽ ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത സമയത്ത് അതിന്റെ ഇടയിലേക്ക് അതിന്റെ അടിയിലേക്കൊക്കെ ചില കമന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കമന്റുകളിൽ ചിലത് നിങ്ങൾക്ക് എന്താ പരാതി കൊടുത്തൂടെ
നിങ്ങൾക്കെന്താ സംസാരിച്ചുകൂടെ എന്നുള്ളതൊക്കെയാണ്. എന്നാൽ ഞങ്ങൾ അതിനൊന്നും മറുപടി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, ഇതൊക്കെ ബന്ധപ്പെട്ട അധികാരികളുടെ കൈകളിലേക്ക് സമയാസമയങ്ങളിൽ പരാതി നൽകിയതിട്ടും ചെവിക്കൊള്ളാൻ തയ്യാറാവാത്തതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരമൊരു സമരം നടത്തിയത്. ഈ സമരം നടത്തുമ്പോൾ CPM നല്ല കാഴ്ചപ്പാടുണ്ട്. CPM ഇന്നലെ രാത്രി ഞങ്ങളുടെ ഏരിയ സെക്രട്ടറി ഉറക്കമണിയിട്ട് പിന്നെ ഉറക്കത്ത് സ്വപ്നം കണ്ട് തുടങ്ങിയ സമരമല്ല ഇത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗമടക്കം പങ്കെടുത്ത ഏരിയ കമ്മിറ്റിയിലടക്കം വിശദമായി ചർച്ച ചെയ്ത് കൊണ്ടെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കൃത്യമായ ധാരണ ഉണ്ട്. ഇത് ചർച്ച ചെയ്യപ്പെടണം, പൊതുസമൂഹം നല്ലപോലെ ചർച്ച ചെയ്യപ്പെടണം. അതിന് ഈ ബ്രാഞ്ചുകളിലെ യോഗങ്ങളിലെ ഇന്നർ ഡിസ്കഷൻ കൊണ്ട് മാത്രം മതിയാവില്ല എന്നുള്ളത് കൃത്യമായ ധാരണയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ രൂപത്തിലേക്ക് ഞങ്ങളൊന്നും പ്രതികരിക്കുന്നവരല്ല. ഞങ്ങൾ കൃത്യമായിക്കൊണ്ട് ഒരു മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങളുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അല്ല. നദ്വിയെ സംബന്ധിച്ചിടത്തോളം നദ്വിക്ക് ക്രിമിനടിയുള്ള ഒരാളാണ് ഇവിടുത്തെ വൈസ് ചാൻസലർ. ചുവന്ന കൊടി കണ്ടാൽ ചില ആളുകൾക്ക് ആലിളകും എന്ന് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ നിരന്തരമായിക്കൊണ്ട് നേരം കൊടുത്താൽ കട്ടൻ ചായ കുടിക്കുമ്പോ ഒരു ഇടക്ക് അതിനൊരു ഇടക്കാൽ ആശ്വാസം എന്നുള്ള ഒരു രൂപത്തിലേക്ക് നമ്മളൊരു ചെറിയ കടി തിന്നുന്ന പോലെയാണ് ഇടക്കിടക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ചില പ്രസ്താവനകൾ നടത്തിയിട്ടില്ലെങ്കിൽ ഇവിടുത്തെ വൈസ് ചാൻസലർക്ക് ഉറക്കം വരൂല. അത് എന്തായിരിക്കണം? അത് മാർക്സിസ്റ്റ് വിരുദ്ധമാവണം. ആ മാർക്സിസ്റ്റ് വിരുദ്ധമാകുമ്പോ ഈ നദ്വിക്ക് ഏതൊക്കെ രൂപത്തിലേക്ക് വ്യക്തിപരമായ നേട്ടമുണ്ടാകുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ വൈസ് ചാൻസലർ നദ്വി മനസ്സിലാക്കി പോവേണ്ടത്, ഈ നദ്വി ഇരിക്കുന്ന വൈസ് ചാൻസലർ ഇരിക്കുന്ന ഈ സ്ഥാപനവും ഇവിടെ നമ്മുടെ ഈ നാട്ടിലുള്ള സകല മതപണ്ഡിത സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും പുതുക്കി പണിയുന്നതിനും ഇന്ത്യ രാജ്യത്ത് വിലക്കുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു നമ്മുടെ കേരള സംസ്ഥാനത്ത് മലബാർ പ്രദേശത്ത്. ഏതാണ് കാലഘട്ടം? ആ കാലഘട്ടമാണ് നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ മലബാർ മേഖലയിലെ ഖിലാഫത്ത് പ്രസ്ഥാനവും അതേപോലെ തന്നെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ചരിത്രം വായിച്ചാൽ നദ്വിക്ക് മനസ്സിലാകും. നദ്വിക്ക് വായിക്കാൻ അറിയാത്ത ആളല്ല, കാരണം ഡോക്ടറേറ്റ് കിട്ടിയ ആളാണ് ഈ നദ്വി എന്നുള്ളത് കൊണ്ട് നദ്വിക്ക് കൃത്യമായി കൊണ്ട് ധാരണ ഉണ്ടാവും. എന്താണ് അന്നുണ്ടായത് നമുക്കറിയാം. പള്ളികളിലും ഒത്തുപള്ളികളിലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തുന്നതിന് വേണ്ടി ആളുകൾ കൂടുന്നത് എന്ന് മനസ്സിലാക്കിയ ഈ ബ്രിട്ടീഷ് ഭരണാധികാരികൾ അത്തരം മുസ്ലിം മതശാലകൾ പുതുക്കി പണിയുന്നതിന് ഗവൺമെന്റിന് മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങാതെ നടക്കില്ല എന്ന് ഒരു നിയമം കൊണ്ടുവന്നത് നമ്മുടെ ബ്രിട്ടീഷ് കാലഘട്ടത്താണ്. ആരാ നിയമം ഒഴിവാക്കിയത്? 1947 ആഗസ്റ്റ് 15 കേരളം രൂപീകൃതമായിട്ടില്ല. പക്ഷെ എന്തുണ്ട്? കേരളം രൂപീകരിച്ച കേരളത്തിന്റെ ഭൂപ്രദേശമായ മലബാർ പ്രദേശം ഈ പ്രദേശത്തുണ്ട്. അന്ന് മലബാർ പ്രദേശം ഏത് ഗവൺമെന്റ് കീഴിലാ? ഈ മദിരാശി ഗവൺമെന്റ് കീഴിലാ. ആ മദിരാശി ഗവൺമെന്റ് കീഴിൽ ഇവിടുന്ന് മുസ്ലിം ലീഗിന് 5ഉം 6ഉം MLA സംഭാവന ചെയ്യുന്ന ഒരു പ്രദേശമാണ് മലബാർ. അന്നൊന്നും നിങ്ങൾക്ക് ഈ ബഹുമാനപ്പെട്ട നദ്വി ഇരിക്കുന്ന ഈ സ്ഥാപനവും ആരാധനകളും പുതുക്കി പണിയുന്നതിന് ലൈസൻസ് ഈ അനുമതി വേണം എന്നുള്ള ഗവൺമെന്റിന്റെ ഈ കറുത്ത കരി നിയമങ്ങൾ പിൻവലിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ സാധിച്ചിട്ടില്ല. ആർക്കാ സാധിച്ചത്? ഇന്ന് നിങ്ങൾക്കറിയാം, നദ്വിക്ക് സമയം കിട്ടുമ്പോ ഒന്ന് പുലാമന്തോൾ പോയി നോക്കണം. അവിടെ ഒരു പള്ളിയുടെ പേര് EMS മസ്ജിദാണ്. എന്താണ് EMS മസ്ജിദ് എന്ന് ആ പള്ളിക്ക് പേരിട്ടത് എന്ന് ബഹുമാനപ്പെട്ട നദ്വി ഒന്ന് പോയി നോക്കണം. അത് ഇട്ടത് അന്ന് ഈ കരിനിയമം പിൻവലിക്കുന്നതിന് അവിടുത്തെ മുസ്ലിംമാർ മതപണ്ഡിതന്മാർ, അത് യഥാർത്ഥ മതപണ്ഡിതന്മാരാണ്. മുസ്ലിം ലീഗിന് വേണ്ടി കോളാമ്പി ആയി സംസാരിക്കുന്ന നദ്വിയെ പോലുള്ള പണ്ഡിതന്മാരല്ല, അത് യഥാർത്ഥ പണ്ഡിതന്മാരാണ്. അവര് ബഹുമാനപ്പെട്ട നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് EMSനോട് പറഞ്ഞപ്പോ EMSനോട് ചോദിച്ചത്, നിങ്ങൾ എന്നാണ് തിരുവനന്തപുരത്ത് എന്താണ്? അപ്പൊ EMS പറഞ്ഞത്, എന്തിനാണ് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഞാൻ എത്തുന്ന സമയം നിങ്ങൾക്ക് അറിയേണ്ടത്? ഞങ്ങൾക്ക് വന്ന സഖാവിനെ കാണാനാണ്
എന്തിനു വേണ്ടിയിട്ടാണ് ഈ കരിനിയമം പിൻവലിക്കുന്നതിന്? അങ്ങനെ EMS പറഞ്ഞത് നിങ്ങളാരും വരണ്ട. എന്ത് മതി? എനിക്ക് തിരുവനന്തപുരത്ത് എത്താനുള്ള സമയം മതി. ആ സമയം അവിടെ പോയാൽ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊണ്ടുവന്ന 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയ സ്വതന്ത്ര ഇന്ത്യയിലുള്ള ഈ നിയമം പിൻവലിക്കുന്നതിന് വേണ്ടത് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞത് ആരല്ല? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ല, കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അല്ല, ഈ നദ്വി അടക്കം പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി വരെ ആയിട്ടുള്ള സഖാവ് EMS എന്ന് പറയുന്ന നമ്മുടെ പെരിന്തൽമണ്ണ സ്വദേശമായിട്ടുള്ള സഖാവാണ് അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി. അന്നത്തെ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ്. അത് പിന്നീടാണ് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പേര് വന്നത് എന്ന് നദ്വി ഇടയ്ക്കെങ്കിലും ചരിത്രം വായിക്കുമ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ചരിത്രമൊക്കെ ഒന്ന് വായിക്കുന്ന നല്ലതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ പ്രദേശത്ത് കൂടെ പോകുമ്പോ നമുക്കറിയാം, ഈ മണ്ണിട്ട് ആകെ എന്ത് ചെയ്യാണ്? തൂർക്കുകയാണ്, നികത്തുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ നികത്തുന്നു. ആ നികത്തുമ്പോ പല രൂപത്തിലേക്ക് ഞങ്ങൾ പരാതി കൊടുക്കുന്നു. പരാതി കൊടുക്കുമ്പോ അതിനാണ് അപ്പൊ ചില ആളുകൾ ചോദിക്കും, ഇവരുമാണോ? ഇവര് മാത്രമല്ല, പിന്നെന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് സമരാർത്ഥി ചോദിക്കുന്നുണ്ട്. ഇവിടെ സമരം നടത്താൻ രണ്ട് കൂടികളുണ്ട്. ഒന്നെന്താ പ്രധാനപ്പെട്ട പ്രശ്നം? അത് മലിനജലം ഉൽപ്പാദിപ്പിക്കുക. നിങ്ങള് ഉൽപ്പാദിപ്പിക്കുന്ന മലിനജലം എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? അത് സംസ്കരിച്ച് അത് കൂടുതൽ ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമില്ലാത്ത രൂപത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ സംസ്കരിക്കണം. അവിടെ ഞങ്ങളുടെ ആ പ്രശ്നം തീർന്നു. രണ്ടാമത്തെ പ്രശ്നം നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. നിങ്ങളുടെ ഈ പിൻഭാഗത്ത് ഈ മാനിപ്പാടം എന്ന് പറയുന്ന പ്രദേശം വിശാലമായി കിടക്കുന്ന പാടമാണ്. ആ പാടം എന്ത് ചെയ്യുന്നതാണ്? നിങ്ങളുടെ വ്യാവസായിക താല്പര്യത്തിന് വേണ്ടി മണ്ണിട്ട് നിർത്തിയാണ്. ആ വ്യാവസായിക താല്പര്യത്തിന് വേണ്ടി മണ്ണിട്ട് നികത്തുമ്പോ നിങ്ങൾക്കൊരു പക്ഷേ ചില നേട്ടങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി പോണം, എന്താണ് ഇസ്ലാം എന്ന് പറയുന്ന മനുഷ്യന്റെ കൂടെ നിൽക്കുന്ന, മനുഷ്യന്റെ വേദനകളെ തിരിച്ചറിയുന്ന മതത്തിന്റെ പേരിൽ നിങ്ങൾ ഈ പറയുന്ന മണ്ണിട്ട് പോയാൽ നടക്കാൻ പോകുന്ന പ്രശ്നം ഒന്ന് മലീമസമാകുന്ന മണ്ണായി കൊണ്ടുമാറും. രണ്ടാമത്തെ പ്രശ്നം എന്താ? രണ്ടാമത്തെ പ്രശ്നം പരിസരവാസികൾക്ക് മാത്രമല്ല, പിന്നെ ആർക്കാ പ്രശ്നം? അത് നമ്മുടെ പ്രദേശത്തെ മുഴുവൻ കുടിവെള്ളത്തിന് മഴ പെയ്യുമ്പോ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് മഴ പെയ്യുക എന്നുള്ളത്. ആ മഴ പെയ്യുമ്പോ എല്ലാ കാലത്തും മഴ പെയ്യൂല, പക്ഷെ വേനൽക്കാലത്ത് കുടിവെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ആ കുടിവെള്ളത്തിന് നമുക്ക് എന്ത് വേണം? ഈ മഴവെള്ളം സംഭരിക്കപ്പെടണം. ആ മഴവെള്ളം സംഭരിക്കപ്പെടണമെങ്കിൽ പാടം വേണം. ആ പാടം എന്താണ്? ഇന്ന് തൂർന്ന് നികന്നു പോവുകയാണ്. ആ നികന്നു പോകുന്ന പാടമായി കഴിഞ്ഞാൽ പിന്നെ വെള്ളം അവിടെ ഇറങ്ങില്ല. ആ വെള്ളം ഇറങ്ങാതാകുമ്പോ പരിസരവാസികൾക്ക് മാത്രമല്ല, മറ്റുള്ള കരപ്രദേശത്തുള്ള ആളുകളുടെ കിണറുകളിലടക്കം വെള്ളമില്ലാത്ത സാഹചര്യം വരും. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുമായി ഈ പാടത്ത് മണ്ണിടുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത് ആ ഒരൊറ്റ വർത്തമാനമാണ്. അത് ദാറുൽ ഹുദയായാലും ശരി, മറ്റുള്ള സ്ഥാപനങ്ങളായാലും ശരി, സൗണ്ട്സ് സ്ഥാപനങ്ങളായാലും ശരി, എല്ലാ സ്ഥാപനങ്ങളോടും ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റ വർത്തമാനമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപക്ഷെ ഈ പ്രകടനവും ഈ രൂപത്തിലേക്കുള്ള പ്രതിഷേധമാകില്ല. ഇതിനേക്കാൾ അപ്പുറത്തേക്കുള്ള പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ പോകും. അതിലേക്ക് നയിക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. CPM-ന്റെ തിരുവങ്ങാടി ഏരിയ കമ്മിറ്റി ഈ മാർച്ചും ഈ സമരവും പ്ലാൻ ചെയ്തു. ഇബ്രാഹിംകുട്ടി സൂചിപ്പിച്ച് ഒരു ദിവസം ഉണ്ടായതന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മേളന നാളുകളിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളാണ്. ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചോളം സമ്മേളനം നടക്കുമ്പോൾ രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടുക. ഈ സമ്മേളനം നടക്കുന്ന പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളാകെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നു. മറ്റ് പല പ്രദേശങ്ങളിലും തിരുവങ്ങാടി കേന്ദ്രീകരിച്ചുകൊണ്ട് മാലിന്യ പട്ടമുണ്ട്. പല ഓപ്പറേഷനകത്ത് പോലും വെള്ളം താഴത്തിറങ്ങി വന്നുകൊണ്ട് റോഡിലേക്കും വീട്ടിലേക്കും മാലിന്യജലം ഒഴുകി വരുന്ന വിഷയങ്ങൾ നമ്മുടെ തിരുവങ്ങാടിക്കകത്ത് വ്യാപകമാണ്. ഇതെല്ലാം മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഈ അവസ്ഥ പരിഹരിക്കപ്പെടുന്നതിനുള്ള പക്ഷവും പോരാട്ടങ്ങളും ജനശ്രദ്ധയിൽ കൊണ്ടുവന്ന് മുന്നോട്ട് പോകേണ്ട പാർട്ടി എന്ന രൂപത്തിലേക്കാണ് CPM ഇത് ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത്.
അങ്ങനെ ആകമൊത്തം ഓരോരോ പട്ടം ഏറ്റെടുത്തുകൊണ്ട് ആദാത് പട്ടത്തിന് പരിഹാരം കണ്ടെത്തിന് വേണ്ടി ജനങ്ങളെ അകത്തിന് അണിനിരത്തി മുന്നോട്ട് പോവുക. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ കണ്ണ് ചീമിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കണ്ണ് തുറപ്പിക്കുക. അത് ഭരണമുണ്ട് എന്നുള്ളത് കൊണ്ട്, ഭരിക്കുന്ന പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ട് റവന്യൂ അടക്കമുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരടക്കം കാണുന്ന വീഴ്ചയെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അവരടക്കം തന്നെ കണ്ണ് തുറന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്തരം പ്രവൃത്തി ഇവർ മാത്രമല്ല, ആര് തന്നെയാണ് വ്യാപകമായി പാടം തീർക്കുന്നെങ്കിൽ അവിടെ ഇടപെടാനുള്ള അധികാരം ചുമതലമുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ള ചൂണ്ടിക്കാണിച്ച് പോകാനാണ്. ഏതെങ്കിലും പാവപ്പെട്ട ഒരു മനുഷ്യൻ 5 സെന്റ് ഭൂമിയുള്ള ആള് ആ 5 സെന്റ് കൂര വെക്കുന്നതിന് വേണ്ടി അത് പാടം തീർത്തു കഴിഞ്ഞാൽ അവിടെ ചാടിക്കേറി പോകുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്, അതിനെതിരായി സമരം നടക്കുന്നവരുണ്ട്. ആ സമരത്തേക്കല്ല ഞങ്ങൾ പോകുന്നത്. ഇതുപോലെ സ്ഥാപനം നടത്തിക്കൊണ്ട് നിരവധി ആയിരക്കണക്കിന് വരുന്ന കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നത് ഞങ്ങളെതിരല്ല. അത് മതസ്ഥാപനമായാലും മറ്റ് സ്ഥാപനമോ ഞങ്ങളെതിരല്ല. പക്ഷെ അതെല്ലാം പഠിപ്പിക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ അതിനാവശ്യമുള്ള സംരക്ഷണം നൽകേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇവർക്ക് എന്താണ് പ്രശ്നം? ഇവർക്ക് വരുന്ന വരുമാനത്തിൽ വല്ല കുറവുണ്ടോ? സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഞങ്ങളടക്കം പറയാം, ജനങ്ങളോട് പറയാം. ഈ ദാലുദയ്ക്ക് ഇന്ന രൂപത്തിലേക്ക് അവിടുത്തെ മാലിന്യപ്പെട്ടം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി പൊതുജനങ്ങളാകെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളടക്കം പ്രഖ്യാപനം നടത്താനും സഹായിക്കുന്നതിനും ഞങ്ങൾ തയ്യാറായി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറയണം. അവർക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാൻ കഴിയും, മമ്പറമടക്കമുള്ള മക്കാമുല്ലടക്കം വരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ അടക്കം വരുമാനം എത്തുന്ന ഈ സ്ഥാപനത്തിലേക്കാണെന്ന്. ആ സ്ഥാപനത്തിനകത്ത് ആ പണം കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ, പണമില്ലെങ്കിൽ പറയിൽ അത് തുറന്നു പറയണം. അതല്ല, ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ കറോപ്പസുവാക്കി മാറ്റുന്നതിന് വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവെട്ടി കൊള്ളയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിന് പകരം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറാവണം. അങ്ങനെ ജനങ്ങളെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോകണം. അങ്ങനെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോകുന്നതിന് വേണ്ടി സ്വമേധ ഈ ഭരണാധികാരി ഇവർ തയ്യാറാകുമെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങൾ നടക്കുന്ന സമരം അധികാരികളുടെ കണ്ട് തുറപ്പിക്കാനാണ്. മുനിസിപ്പാലിറ്റി അടക്കമുള്ള ചെയർമാൻ അടക്കമുള്ള മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവരൊക്കെ തന്നെ അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്യണം. അവർ ഭരിക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് കുടിക്കാനും ശ്വസിക്കാൻ വായുമടക്കം തന്നെ മാലിന്യമാക്കാതെ നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തി ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റിയാണ്. ആ പ്രവൃത്തി മുനിസിപ്പാലിറ്റി ചെയ്യണം. അത് ചെയ്യാൻ തയ്യാറാവണം. അതിനകത്ത് ഭയപ്പെടേണ്ടതില്ല, രാഷ്ട്രീയം നോക്കേണ്ടതില്ല, പാർട്ടി നോക്കേണ്ടതില്ല, വോട്ട് നോക്കേണ്ടതില്ല. ഏതെങ്കിലും മതവിമാരെ പിണക്കി കഴിഞ്ഞാൽ, അവർക്കെതിരായി പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കുറയുമെന്ന പേടി വേണ്ട. ഞങ്ങൾ ഈ പറയുന്നത് വോട്ടിന് വേണ്ടിയല്ല, തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല. വോട്ടും തെരഞ്ഞെടുപ്പുമല്ല പ്രശ്നം, ജനങ്ങളെ പ്രശ്നമാണ്. ഞങ്ങൾ എത്ര ചെറിയ പാർട്ടിയായാലും ശരി, ആ ചെറിയ പാർട്ടി ജനങ്ങളെ വിഷയം ഏറ്റെടുത്തുകൊണ്ട് നെട്ടലോട് ഉയർത്തിക്കൊണ്ട് പറയാനുള്ള ചങ്കുറ്റം കാണിക്കുന്ന പാർട്ടിയാണ്. അങ്ങനെയാണ് കേരളത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത് വന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും മതസ്ഥാപനത്തിന്റെ ഭാഗമാണ്, അതിന്റെ മറവിലാണ് നടക്കുന്നെങ്കിൽ അതങ്ങ് തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ അതിന് ഇടിഞ്ഞു പോകുമെന്ന പ്രതീക്ഷിക്കുന്ന പാർട്ടിയല്ല ഞങ്ങൾ. അങ്ങനെ ഇടിയാണെങ്കിൽ, തുമ്പിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അങ്ങ് തെറിച്ചു പോകട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ഈ സമരം നടത്തുന്നതിന് വേണ്ടി മാർച്ച് നടത്തുന്ന ഘട്ടത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞ ഘട്ടത്തിൽ വളരെ വളരെ അനുസരണയുള്ള കുട്ടികളെ പോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തടഞ്ഞപ്പോൾ അതിന് ഭയപ്പെടുകയും കീഴ്പ്പെടുകയും അതനുസരിച്ച് നിൽക്കുകയും ചെയ്തത് എന്താ വെച്ചാൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടല്ല. ആദ്യഘട്ടം അങ്ങനെ മുന്നോട്ട് പോവുകയല്ല, മറിച്ച് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പറയാനുള്ളത് പറയുകയും അത് കേൾപ്പിക്കേണ്ടത് കേൾപ്പിക്കുകയും വീണ്ടും അവര് അത്ര നടപടിയെടുക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെയുള്ള സമരം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനകത്തേക്ക് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് തന്നെ കയറി ചെന്നുകൊണ്ട് ഇത്തരം പ്രവൃത്തി അവസാനിപ്പിക്കാനുള്ള ചങ്കുറ്റവും തന്റേടമുള്ള പാർട്ടിയാണ്. വരും നാളുകൾ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഇത്തരം സ്ഥാപനങ്ങൾ തയ്യാറായില്ലെങ്കിൽ, അതുപോലെ തന്നെ ഇവരെ കൊണ്ടത് പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ബന്ധപ്പെട്ട ഭരണാധികാരികൾ തയ്യാറായില്ലെങ്കിൽ ഇനി ഞങ്ങൾ അടുത്ത നടത്താൻ പോകുന്ന മാർച്ച് ഒരു പക്ഷേ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി ഫിസിക്കലായി ഇടപെട്ടുകൊണ്ട് അവിടുത്തെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നെങ്കിൽ അങ്ങനെ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി ഫിസിക്കലായി ഇടപെട്ടുകൊണ്ട് നേരിട്ടിടപെടുന്നതിലുള്ള മാർച്ചാവും വരുന്ന നടത്താൻ പോകുന്നു എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ കൂടിയ എല്ലാ സമരസഖാക്കളെയും മറ്റു നാട്ടുകാരെയും ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും CPM-ന്റെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കേരളത്തിൽ ഇസ്ലാമിന്റെ ആവിർഭാവം
അത് പ്രവാചകന്റെ കാലത്ത് തന്നെ തുടങ്ങിയതാണ്. ഇവിടെയുള്ള കേരളീയ ജീവിതവുമായി ഇണങ്ങി അത് വളരെ സൗഹാർദ്ദത്തോടുകൂടി ബഹുസ്വരതയോടുകൂടി ജീവിച്ചു വരുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഈ കേരളത്തിലെ സമൂഹം. അതിന് വ്യത്യസ്ത മതസംഘടനകൾ പരമ്പരാഗതമായി നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ബഹുസ്വരതയ്ക്ക് കോട്ടം തട്ടുന്ന യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും അവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല. എന്നാൽ ചില താലിബാനിസ്റ്റുകൾ, അതായത് ലോകത്താകമായി സോഷ്യലിസ്റ്റ് ചേരിയെ തകർക്കുന്നതിന് വേണ്ടി അമേരിക്കൻ സാമ്രാജ്യത്വം CIA-യുടെ പാഠശാലയിൽ തയ്യാറാക്കിയിട്ടുള്ള മദ്രസ വിദ്യാഭ്യാസം, അത് അഫ്ഗാനിസ്ഥാനിലും മറ്റു ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ പഠിപ്പിച്ചതിന്റെ ഭാഗമായി ഇസ്ലാം എന്ന ഒരു മതം ലോകത്തിനാകെ തന്നെ മോശമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമായി ആ പഠനം നടത്തിയിട്ടുള്ള ആ ആളുകൾ അത് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലേക്കും ആ വിഷയം കൊണ്ടുവരുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ഒരു ഘടകമാണ്. അതേപോലെ തന്നെ തീവ്ര സഫലിസ്റ്റുകൾ, ആടിനെ വയ്ക്കാൻ പോകുന്നവർ, അവരൊക്കെ തന്നെ ആ ആശയത്തിന്റെ ആളുകളാണ്. ആ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഈ 20 വർഷം വിദ്യാഭ്യാസ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഈ സ്ഥാപനം മഹാബുദ്ദീൻ ഹുദവിയുടെ നേതൃത്വത്തിലൊക്കെ ഇത് വരുന്ന സമയത്ത്, അദ്ദേഹം വൈസ് ചാൻസലർ ആയിരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള രൂപത്തിലേക്ക്, ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത രൂപത്തിലേക്കുള്ള ബഹുസ്വരതയ്ക്ക് കേടുവരുത്തുന്ന രൂപത്തിലുള്ള സിദ്ധാന്തങ്ങളും തിയറികളും പുത്തൻ ആശയങ്ങളുമാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇവർ ഈ നാടിനെ കൂടി മലിനമാക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഒരു മാർച്ചുമായി രംഗത്ത് വരുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള മനുഷ്യനെ ജീവിക്കണം. ഭക്ഷണമില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയും. എന്നാൽ വെള്ളമില്ലെങ്കിൽ, ശുദ്ധമായ വായു ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിലേക്ക് ഈ പരിസരത്തെ കൊണ്ടുപോവുകയാണ് ഈ സ്ഥാപനം ചെയ്യുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് നാളത്തെ തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു കേന്ദ്രമാണ്. എന്നാൽ ആ കേന്ദ്രം ചെയ്യുന്നത് നേരെ വിപരീതമായിട്ടാണ്. ഇതിന് പരിഹാരം കാണേണ്ടത് ആരാണ്? പരിഹാരം കാണേണ്ടത് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥന്മാർ തന്നെയാണ്. ഒന്നാമത് അവർക്ക് ജനങ്ങളോട് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കണം. ഇവിടുത്തെ മാലിന്യത്തിൽപ്പെട്ട് പ്രതിസന്ധിയിലാവുന്നത് ഒരു വിഭാഗം ആളുകൾ മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളും, എല്ലാ മതവിശ്വാസികളിൽപ്പെട്ട ആളുകളും അതിന്റെ ബുദ്ധിമുട്ടിൽ വരുന്നുണ്ട്. അവർക്ക് നീതി ലഭ്യമാകണം. അവർക്ക് സ്വന്തം വീട്ടിൽ സ്വസ്ഥതയോടുകൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടാവണം. അങ്ങനെയുള്ള അവസരം ഉണ്ടാവുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ മാർച്ച് നടത്തുന്നത്. മറ്റൊന്ന്, ഇവിടെ റവന്യൂ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. പാടം തൂർത്തു കഴിഞ്ഞാൽ അതിന് നടപടിയെടുക്കേണ്ടത് റവന്യൂ വിഭാഗമാണ്. അവർ മുസ്ലിം ലീഗിന്റെ ബി ടീമായിട്ടാണ് തിരുവങ്ങാടി താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്നത്. അത് അവസാനിപ്പിക്കണം. 5 സെന്റും 4 സെന്റും ഒരു കൂര നിർമ്മിക്കാൻ വേണ്ടി തൂർക്കുന്ന സമയത്ത് നിയമത്തിന്റെ ആ വലിയ വടിയുമായി ആ പാവങ്ങളുടെ നെഞ്ഞത്തേക്ക് കയറാൻ ഇവർക്ക് മടിയില്ല.